കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരുണയോടെ നമ്മെ കാക്കുന്ന, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന് നന്ദി പറയാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങൾ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം. ആയുസ്സിനും ആരോഗ്യത്തിനും ബലത്തിനും സൗഖ്യത്തിനും പണിതിരാത്ത എല്ലാ ദാനങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം ഇടയാക്കുകയില്ല. ഈ എളിയവൻ നിലവിളിച്ച യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവിടുന്ന് നമ്മെ വിടുവിക്കും. കാരണം രുചിച്ചറിഞ്ഞ ഒരു ഭക്തനാണ് പറയുക, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളിലും ദൈവത്തെ രുചിച്ചറിയാൻ നമുക്കിടയാകുന്നതിനായി സ്തോത്രം ചെയ്യാം. അവിടുന്ന് എത്ര നല്ലവനാണ്. നമ്മുടെ താഴ്ച നമ്മെ ഓർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വയലുടെ നമ്മെ വിടുവിച്ച ദൈവത്തിന് നന്ദി പറയാം. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവൻ, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നവൻ, ഏകായികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നവൻ, മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ എന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ അവകാശം എടുത്തതിനാൽ നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദൈവം നീക്കമുള്ളതെന്ന് പറയാൻ കർത്താവ് നമ്മെ എല്ലാം ഇടയാക്കട്ടെ. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും നമ്മളെ കാണുമാറാക്കിയവൻ വീണ്ടും ജീവിപ്പിക്കും. തിരുവെഴുത്ത് പറയുന്നത് പോലെ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവം. നമ്മുടെ മൈൻഡിനോട് പറ, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ മൈൻഡിനോട് പറ, ദൈവം എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ കരം എന്റെ കൂടെയുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ എത്ര പേർ തയ്യാറാകും? അവിടുത്തെ കരം എന്നും നമ്മുടെ കൂടെയുണ്ട്. ആ വലങ്കയിൽ നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വലങ്കൈ കൊണ്ട് നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. യെശയ്യാപ്രവചനം 57:18 വാക്യം, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. തന്റെ ജനം അകർത്തി ദൈവത്തിന്റെ പാതകൾ ഒക്കെ വിട്ടുപോയപ്പോ ദൈവം കോപിച്ചു. ദൈവത്തിന്റെ മുഖം അവർക്ക് പ്രതികൂലമായി. എന്നിട്ടും ജനം ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള വഴിയിൽ പോയപ്പോഴും ദൈവം അവരെ തിരിച്ചു കൊണ്ടുവന്നു, മടക്കിക്കൊണ്ടുവന്നു. അവർ വഴികളെ കണ്ടിട്ട് ദൈവം അവരെ ഹൃദയത്തിന് ചേഞ്ച് വരുത്തി ദൈവത്തിങ്കലേക്ക് കൊണ്ടുവന്നു. അവിടെ പറയുന്നു, മനോവിനയവും മനസ്താപവും ഉള്ളവർക്ക് അവരുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവ നമ്മുടെ ദൈവം. എല്ലായ്പ്പോഴും കോപിക്കയില്ല. അങ്ങനെ ചെയ്താൽ അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്ന് ദൈവം പറയുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. എന്റെ വെളിപ്പാട് മാത്രം, ആത്മീയ വെളിപ്പാട് പറയാം. പ്രിയ സഹോദരൻ, പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ വഴികളെ കാണുന്ന ഒരു ദൈവം, നമ്മളെ മൊത്തം അറിയുന്ന ഒരു ദൈവം, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിരൂപണങ്ങൾ പോലും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആർക്കും കാണാൻ പറ്റാത്തത്, ആർക്കും അറിയാൻ പറ്റാത്തത്, മനസ്സിലാക്കാൻ പറ്റാത്തത് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം.
നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും കാണുന്ന ഒരുവൻ, കഷ്ടതയുടെ തീച്ചൂളയിൽ നടന്നാലും വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു, താഴ്വരയിൽ കൂടെ നടന്നാലും കൂടെ ഇരിക്കുന്ന ഒരുവൻ. ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, നമ്മുടെ വഴികളെ കാണുന്ന ഒരു ദൈവം. അവിടെ നമ്മെ സൗഖ്യമാക്കും. ഏതൊക്കെ മേഖലകൾ സൗഖ്യം വേണോ, മനം തകർന്നവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കിട്ടുന്ന ദൈവം, മാറാത്തതും പൊറുക്കാത്തതും മറക്കാൻ പറ്റാത്തതുമായ ചില മുറിവുകളെ ദൈവം സൗഖ്യമാക്കും. നിങ്ങളുടെ ശരീരത്തിലെ എക്സ്റ്റേണൽ, ഇന്റേണൽ ഓർഗൻസ് മേൽ ദൈവത്തിന്റെ കരമിറങ്ങാൻ പോകുക. അകത്തും പുറത്തും ഒരുപോലെ സൗഖ്യം വരാൻ പോകുക. ഡോക്ടേഴ്സിന്റെ കുറിപ്പടികളെ കണ്ട് ഭയപ്പെടരുത്. അവർ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ട് നിരാശപ്പെടരുത്. ഒരു സൗഖ്യം ദൈവം വരുത്താൻ പോകുക. കുടുംബജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നോ, തലമുറയുടെ വിഷയത്തിൽ അസ്വസ്ഥരാണോ, ഒരു സൗഖ്യവും ദൈവിക സമാധാനവും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുക. നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലത്തെ നോക്കിയാണോ, നിലനിൽപ്പിനെ നോക്കിയാണോ, സ്വയമകത്ത് വരുന്നു. ചില ആക്രോശങ്ങളുടെ നടുവിൽ, ഭീഷണിയുടെ നടുവിൽ തളർന്നു പോകുന്ന ചിലരെ നോക്കി ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. രക്ഷിക്കുന്ന വീരനായി അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ഞാൻ അവരെ സൗഖ്യമാക്കും. അടുത്ത, ഞാൻ അവരെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നടത്തേണ്ടതുപോലെ നടത്തുന്നവൻ, എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നവൻ, നമുക്ക് മുമ്പേ പുറപ്പെടുന്നവൻ, കരങ്ങൾ എടുക്കേണ്ടവരെ കരങ്ങൾ എടുക്കുന്നവൻ, പതുക്കെ നടത്തേണ്ടതിനെ പതുക്കെ നടത്തുന്നവൻ. ഇന്ന് പകൽ പ്രേക്ഷിക്കപ്പെട്ട, ക്ഷീണിക്കപ്പെട്ട, തളർന്നുപോയ ചിലതിനെ ദൈവം നടത്തും. വിശ്വസിക്കുക. നാളെ ഓർത്ത് ആരെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ, ഭാരപ്പെടുന്നെങ്കിൽ, എങ്ങനായിത്തീരും, തലമുറയുടെ വിഷയമാകട്ടെ, ശരീരമാകട്ടെ, നിങ്ങളുടെ മിനിസ്ട്രി ആകട്ടെ, ദൈവാത്മ പറയുന്നു, ദൈവം നിങ്ങളെ നടത്തും. ഉറപ്പായി പറയുന്നു, ദൈവം നിങ്ങളെ നടത്തും. നിങ്ങൾ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, ദൈവം ഞങ്ങളെ നടത്തും, ഞങ്ങളുടെ കുടുംബത്തെ നടത്തും. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, ദൈവം ഞങ്ങളെ നടത്തും, ദൈവം നമ്മളെ നടത്തും. ഞാൻ അവരെ നടത്തി അവർക്ക്, അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും എന്ന് പറഞ്ഞാൽ, നേരത്തെ ആശ്വസിപ്പിച്ച ദൈവം എങ്ങനെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിച്ച ദൈവം, കണ്ണുനീര് ഒപ്പിയ ദൈവം, മാർവോട് ചേർത്ത ദൈവം, കരത്തിൽ വഹിച്ച ദൈവം വീണ്ടും നിങ്ങളെ ആശ്വസിപ്പിക്കും. കൂടപ്പുറപ്പുകൾ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തത്, മനസ്സിലാകാൻ കഴിയാത്തവർ, ഉള്ളിൽ വേദന ഒരുക്കി തന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ കണ്ടിട്ട് വചനം പറയുന്നു, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പോകുക. നിങ്ങളുടെ ദുഃഖത്തെ എടുത്തു മാറ്റാൻ പോകുക, നിങ്ങളുടെ വിലാപത്തെ മാറ്റാൻ പോകുക. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കരറ്റാൻ തയ്യാറായാൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ഇറങ്ങുക. ഏത് വിഷയത്തിൽ ആശയറ്റു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, സകലം അസ്തമിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഇല്ല, നിങ്ങളെ സൗഖ്യമാക്കി, നിങ്ങളെ വഴി നടത്തി, നിങ്ങളെ ആശ്വസിപ്പിച്ച്, മുറിവുകളെ കെട്ടി, തകർന്നതിനെ പണിഞ്ഞ്, കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തി, ദേശത്ത് നിങ്ങളെ ദൈവം അടയാളമാക്കാൻ ആഗ്രഹിക്കുന്നു. നിരാശകളെല്ലാം ഒന്ന് മാറ്റിവെക്കൂ. എന്റെ വഴി കാണുന്ന ഒരു ദൈവം, അഗർ പറഞ്ഞതുപോലെ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. മരുഭൂമിയിലും കാണുന്ന ഒരുവൻ, കൊടുങ്കാറ്റിന് നടുവിലും കാണുന്ന ഒരുവൻ, യോർദാനിലും കാണുന്ന ഒരുവൻ, ചെങ്കടലിലും മേശയൊരുക്കുന്ന ഒരുവൻ,
ഇന്നും നമ്മോട് കൂടെയുണ്ട്. പത്മോസിൽ ഇറങ്ങി വന്ന കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു. വലിയ ഹീലിംഗ് ഇപ്പോൾ സംഭവിക്കുക. മനം തകർന്നവർ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ വ്യാപരിക്കട്ടെ. കൂടെ അലട്ടി ഭയം കൊണ്ടുവരുന്ന ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അകാരണമായ ഭയം വന്ന എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന ചിലർ ഇന്ന് പകൽ സ്വതന്ത്രരാകട്ടെ യേശുവിന്റെ നാമത്തിൽ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവ്, ഞങ്ങളുടെ കരത്തിന്റെ വല്ലഭത്വം ഇപ്പോൾ തന്നെ ജനത്തിന്മേൽ വ്യാപരിച്ച വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. ഞങ്ങളുടെ വഴികൾ അറിയുന്ന, ഞങ്ങളെ നടത്തുന്ന, ഞങ്ങൾക്ക് ആശ്വാസം വരുത്തുന്ന, ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുന്ന, ഞങ്ങളുടെ വിലാപങ്ങളെ സന്തോഷമാക്കി മാറ്റുന്ന അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ഈ പകൽ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഒരു വിടുതൽ സംഭവിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, അടിപ്പണിന്റെ ശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ ആമേനാണ്. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, അധികാരത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം ഉന്നതൻ. ഈ വചനങ്ങൾ ആരോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിച്ചു.